എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാത്രി വൈകിയ സമയത്ത് ദൈവം നമ്മളോട് സംസാരിക്കാൻ പോകുകയാണ്. രാത്രി ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു ദൈവിക ആലോചനയുണ്ട്. നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ചിലതിനെ ദൈവം കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ചിലതിൻ്റെ വാക്തത്വങ്ങൾ നഷ്ടപ്പെട്ടതിനെ നമ്മൾ തിരിച്ചു പിടിക്കാൻ പോകുകയാണ്. സ്തോത്രം. നമുക്കൊരു വാക്യം വായിക്കാം. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 49-ാം വാക്യം. ദാനിയേലിന്റെ അപേക്ഷ പ്രകാരം രാജാവ് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരാക്കി. ദാനിയേലോ രാജാവിന്റെ കോവിലകത്ത് പാർത്തു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് മെസ്സേജ് പറയാൻ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെ കുറിച്ചാണ്. രാത്രി എൻ്റെ മുമ്പിൽ പ്രസംഗിക്കുന്ന നിങ്ങളിൽ ചില ശദ്രക്കുമാരുണ്ട്, ചില അബേദ്നെഗോമാരുണ്ട്. അങ്ങനെയുള്ള ചിലതിനോടുള്ള ദൂതാണ് ഇന്ന് രാത്രിയിലത്തെ മെസ്സേജ്. കാണാൻ സാധിക്കുന്നു, അവരുടെ ജീവിതത്തിൽ താഴ്ചയിൽ നിന്ന് ദൈവം അവരെ ഉയർത്തി. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്കെല്ലാം മേൽവിചാരകരായി അവർ മാറി. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പണ്ടും ഒന്നുമില്ലാത്തവരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ സിറ്റുവേഷനെ ദൈവം മാറ്റിത്തിരിച്ചു. രാത്രി എൻ്റെ പ്രസംഗം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്നത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമാണെങ്കിലും, നിങ്ങൾക്ക് ഒരു രീതിയിലും സന്തോഷം നൽകുന്നതല്ല നടക്കുന്നതെങ്കിലും, സ്വർഗത്തിലെ ദൈവം ചിലതിന്റെ അവസ്ഥകളെ മാറ്റി ചിലതിനെ മേൽവിചാരകരാക്കി മാറ്റാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ജോലിയിലൊരു പ്രൊമോഷൻ, സ്തോത്രം, ജീവിതത്തിലൊരു വളർച്ച, സകല മേഖലകളിലും അടുത്ത നിലവാരത്തിലോട്ട് ദൈവം ശദ്രക്കിനൊക്കെ മാറ്റിയതുപോലെ ഇവിടെ കടന്നു വന്ന ചിലതിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ തരാൻ പോകുകയാ. കൂടെ വന്നവരുടെ സിറ്റുവേഷൻ ഒന്നും മാറിയില്ല. പക്ഷേ ഇവരുടെ സിറ്റുവേഷൻ ദൈവം മാറ്റി. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് കണ്ട് നീ ഭാരപ്പെടണ്ട. നിന്റെ സിറ്റുവേഷൻ മാറ്റാൻ നീ ദൈവം ശക്തനാ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യാക്കോബിന്റെ പുസ്തകത്തിൽ പറയുന്നത്, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. എന്നിട്ട് പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ഇന്ന് രാത്രി ചിലരെ ദൈവം ഉയർത്താൻ പോകുകയാ. ഇന്ന് രാത്രി സങ്കടപ്പെട്ട് ദുഃഖിച്ച് കഴിയുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ അടുത്ത നിലവാരത്തിലോട്ട് നിന്നെ ദൈവം ഉയർത്താൻ പോകുക. ഈ പ്രവചനം ഏറ്റെടുത്തോ. നീ ഇന്ന് കരയുന്നെങ്കിൽ നാളെ നിന്റെ കരച്ചിൽ മാറി സന്തോഷം വരാൻ പോകുക. അതുകൊണ്ട് 1 പത്രോസ് പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ഇന്ന് പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസനിൽ താണിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ചരിത്രം മാറാൻ പോകുകയാ. ഈ ദേശത്ത് നിന്നെ ദൈവം ഉയർത്താൻ പോകുകയാ. ദൈവം നിന്റെ സിറ്റുവേഷനെ ടോട്ടൽ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. ഷാജ് നിന്നെ നോക്കി പരിഹസിക്കുമ്പോൾ, നിന്റെ അയൽക്കാരൻ നിന്നെ നോക്കി പരിഹസിക്കുമ്പോൾ, നിന്നെ അവരുടെ മുൻപാകെ ബാബേൽ സംസ്ഥാനത്തിന്റെ മേൽവിചാരകരാക്കിയതുപോലെ നിന്നെ എല്ലാവരും കാണുകെ നിന്റെ അവസ്ഥ ദൈവം മാറ്റാൻ പോകുക. എത്ര പേർ എന്നോട് ചേർന്ന് പറയും, സിറ്റുവേഷൻ മാറാൻ പോകുന്നു. നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞാട്ടെ, സിറ്റുവേഷൻ മാറാൻ പോകുന്നു. എന്റെ സിറ്റുവേഷൻ മാറാൻ പോകുക, നിങ്ങളുടെ സിറ്റുവേഷൻ മാറാൻ പോകുക. 50 പേരുള്ള ചർച്ചിന്റെ അകത്ത് 1000 പേര് കടന്നു വരാൻ പോകുക. നിന്റെ കൊച്ചു വീട്ടിൽ നിന്നും വലിയ വീട്ടിലോട്ട് പോകാൻ പോകുക. മക്കളില്ലാത്തവർക്ക് ദൈവം മക്കളെ കൊടുക്കാൻ പോകുക. നീ ഇന്ന് താഴ്ന്ന അവസ്ഥയിലാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ ദൈവം മേലധികാരിയാക്കി മാറ്റാൻ പോകുന്നു. നീ രോഗിയായിട്ടാണ് വന്നതെങ്കിൽ അതേ രോഗത്തോടെ മടങ്ങാനല്ല വന്നത്, രോഗശാന്തി പ്രാപിച്ച് മടങ്ങും. ആമേൻ. നീ പിശാചിന്റെ ആക്രമണത്തിൽ വന്നതാണെങ്കിൽ ബൈബിൾ പറയുന്നു, ഇതാ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സൗഖ്യം വ്യാപരിക്കാൻ പോകുക. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാതെ സ്വർഗത്തിലെ ദൈവം ചിലതിനെ സർജറി ചെയ്യാൻ പോകുക. സ്തോത്രം. ഇന്ന് നിന്റെ രോഗങ്ങളെ യേശു ക്രൂശിൽ ഏറ്റെടുത്തു. യേശുവിന്റെ നാമത്തിൽ ആ സൗഖ്യം സഭ ഏറ്റെടുക്കട്ടെ. ലാസറിന്റെ കല്ലറയ്ക്ക് മുന്നിൽ ചെന്ന് യേശു ഇപ്രകാരം പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി ചിലത് ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുക. ഇന്ന് രാത്രി മരിച്ച ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ആത്മീകമായി മരിച്ചവരെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. രാത്രി സ്തോത്രം, ശദ്രക്കിനെ ഉയർത്തിയ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പോൾ വലിയ ഉയർച്ചയൊക്കെ കിട്ടിയിട്ട് ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദൈവത്തെയൊക്കെ ആരാധിച്ച് സന്തോഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
വിചാരിക്കാത്തത് പോലുള്ള വലിയ പ്രതിസന്ധി കടന്നു വന്നു. ദാനിയേൽ 3:5 പറയുന്നു, ദാനിയേൽ പ്രവചനം 3:5 രാജാവ് പറയുകയാണ്, ആരെങ്കിലും എന്നെ വീണ് നമസ്കരിക്കാതെ ഇരുന്നാൽ അവനെ ആ നാഴികയിൽ തന്നെ എരിയുന്ന തീച്ചൂളിയിൽ ഇട്ട് കളയും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തെന്നറിയാമോ? സ്തോത്രം, ദൈവത്തെ ആരാധിക്കാതെ രാജാവിനെ ആരാധിക്കാനുള്ള കൽപ്പന പുറപ്പെട്ടു. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. നിന്റെ ഭവനത്തിൽ ദൈവിക ആരാധന വെളിപ്പെടണം. നിന്റെ സഭയിൽ ദൈവിക ആരാധന വെളിപ്പെടണം. നിന്റെ മക്കൾ ലോകത്തോട് ചേർന്ന് ആരാധിക്കുന്നവരല്ല, ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം. അതിനെതിരെയുള്ള സകല നിയമങ്ങളും അതിനെതിരെ സകല കൽപ്പനകളും യേശുവിൻ നാമത്തിൽ ക്യാൻസലായി മാറും. സ്തോത്രം. രാജാവിന്റെ കൽപ്പന എന്തെന്നറിയാമോ? കാഹളം, കുഴൽ, തമ്പുരു തുടങ്ങിയ വീണ തുടങ്ങിയ സകല സാധനങ്ങളും വെച്ച് അവനെ ആരാധിക്കണമെന്ന്. എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മൾ ഇതൊക്കെ വെച്ച് ദൈവത്തെ ആരാധിക്കാൻ പോകുക. ദൈവത്തെ ആരാധിക്കേണ്ട സ്ഥാനത്ത് ദൈവിക ആരാധനയെ മാറ്റിക്കളയുവാൻ പിശാച് ശ്രമിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആരാധന ഈ സൂമിലേക്ക് മടങ്ങി വരാൻ പോകുക. നിന്റെ ഭവനത്തിലോട്ട് മടങ്ങി വരാൻ പോകുക. പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിയിലെ ദാരിദ്ര്യം എന്ന പോലെ, മരുഭൂമിയിൽ ഒളിഞ്ഞിരിക്കുന്ന പാമ്പുകൾ എന്ന പോലെ നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ ആത്മീക ജീവിതത്തെ വെല്ലുവിളിക്കുന്ന മേഖലകൾ ഇന്നത്തെ മീറ്റിംഗിൽ ദൈവം ക്യാൻസൽ ചെയ്ത് മാറ്റുക. നിങ്ങൾ ഒരു സ്ഥലത്ത് ഉറക്കുന്നത് പോലെ ദൈവം ഒരു അത്ഭുതം ചെയ്യും. തലമുറകളുടെ മുകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് പോലെ, തലമുറകൾ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബത്തിനൊരു അത്ഭുതമുണ്ട്. കുടുംബത്തിൽ അനേകർ വന്ന് ഒരുമിച്ച് ആരാധിക്കും. സാധിക്കണ രാജാവിന്റെ കൽപ്പന എന്താണെന്നറിയാമോ? നമസ്കരിച്ചില്ലെങ്കിൽ അപ്പുറത്തുള്ള വലിയ തീക്കകത്തിട്ട് കളയുമെന്ന്. സകല വംശങ്ങളും സകല ജാതികളും സകല ഭാഷക്കാരും വന്ന് രാജാവിന്റെ വിഗ്രഹത്തെ നമസ്കരിച്ചു. ചിലത് പറയാറുണ്ട്, എല്ലാവരും ചെയ്യുകയല്ല, ഞാനും ചെയ്തേക്കാം. ചില മക്കള് പറയാറുണ്ട്, എല്ലാവരും സ്തോത്രം സിഗരറ്റ് വലിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവരെ ഒറ്റപ്പെടുക. ചിലർ പറയും, എല്ലാവരും സിനിമ കാണാൻ പോകുന്നു, എനിക്കും പോകണം. ഇല്ല ഇല്ല, സകല ഭാഷക്കാരും സകല ഗോത്രങ്ങളും സകലരും സ്വർണ്ണ വിഗ്രഹത്തെ നമസ്കരിച്ചപ്പോൾ ശദ്രക്കും മേശക അഭിജ്ഞവും പറഞ്ഞു, പറ്റത്തില്ല രാജാവേ. സ്തോത്രം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ മുൻപിലല്ലാതെ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കത്തില്ല. ക്രിസ്മസ് വരികയാണ്, ഡിസംബർ 25-ന് എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് മദ്യത്തിന്റെ പാർട്ടി നടത്തും. അയൽക്കാരും നാട്ടുകാരും കൂട്ടുകാരുമെല്ലാം. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈതലിന് അവരുടെ കൂടെ കൂടാനൊക്കത്തില്ല. കാര്യം എന്തെന്നറിയാമോ? പ്രാർത്ഥിക്കുന്നവന്റെ അകത്തൊരു അഭിഷേകമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ അഭിഷേകം നിന്നിൽ കത്തട്ടെ. രാജാവിന്റെ മുമ്പിൽ വണങ്ങാനുള്ളതല്ല നിന്റെ അഭിഷേകം, അവനെ തകർത്ത് മുന്നേറാനുള്ളതാണ് അഭിഷേകം. നേട്ടങ്ങൾക്ക് വേണ്ടി അനേകർ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു ദൈവ പൈതൽ അതിന് കൂട്ടുനിൽക്കത്തില്ല. കാര്യം എന്തെന്നറിയാമോ? അവനറിയാം, എന്റെ ദൈവത്തിന് എന്നെ അനുഗ്രഹിപ്പാൻ സാധിക്കും, എന്റെ ദൈവത്തിന് എന്നെ ഉയർത്താൻ സാധിക്കും. ഇന്ന് രാത്രി ചിലതിന്റെ ജീവിതത്തെ ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ോട്ട് വന്നാൽ മത്തായി സുവിശേഷത്തിൽ പറയുന്നു, പിശാച് യേശുവിനെ ഉയർന്ന മലയിലോട്ട് കൂട്ടിക്കൊണ്ടു. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ എല്ലാം ഞാൻ നിനക്ക് തരാം. ഓർക്കണം, നിന്നെ കൊണ്ട് നമസ്കരിപ്പിക്കാൻ, നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തി കളയുവാൻ പിശാച് പദ്ധതിയിടുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഇല്ല, അവനെ നമസ്കരിക്കാനല്ല, ഇന്ന് പകൽക്കാലം അവനെ തകർക്കുന്നൊരു അഭിഷേകം, അവനെ പൊളിക്കുന്നൊരു അഭിഷേകം ചിലതിന്റെ മുകളിൽ ദൈവം പകരുകയാ. യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോ. ഇന്ന് രാത്രി നിങ്ങൾ ഓരോരുത്തരും പറയുക, സാത്താനെ എന്നെ വിട്ടുപോ. എന്റെ ദർശനം, എന്റെ വെളിപ്പാട്, എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകം, അതിനൊരു കോംപ്രമൈസ് ഇല്ല. യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിനെതിരെ വെല്ലുവിളിക്കുന്ന സാത്താനെ ശാസിപ്പാൻ ഓരോരുത്തരും തയ്യാറാകട്ടെ. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സറിവ് ഓർപ്പിച്ച് നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. ഇന്ന് രാത്രി ബുദ്ധിയുള്ള ആരാധന വെളിപ്പെടട്ടെ. ദൈവജനത്തിന്റെ മധ്യത്തിൽ ബുദ്ധിയുള്ള ആരാധന ദൈവം വെളിപ്പെടുത്തുക. ആരാധനയിലേക്ക് വളരുവാൻ ദൈവം ജനത്തെ പ്രബോധിപ്പിക്കുന്നു. ആരാധനയിലോട്ട് ജനത്തെ ദൈവം വിളിക്കുക. ശദ്രക്കും മേശക്കിനോടും പറഞ്ഞു, നിങ്ങൾ എന്നെ വണങ്ങണം. ദാനിയേൽ 2 സ്തോത്രം 12 വാക്യം വായിക്കാം. ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരകരെ നിയമിച്ച ശദ്രക്കിനെയും മേശക് അബേദ്നെഗോവിനെ എന്ന യഹൂദന്മാരെ കുറിച്ച് സ്തോത്രം പുരുഷന്മാർ ചെന്ന് രാജാവിന്റെ അടുക്കൽ കുറ്റം പറഞ്ഞു കൊടുത്തു. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം. ഭയങ്കരമായിരിക്കുന്ന കംപ്ലൈന്റ് വന്നിരിക്കുക.
ചിലർ ചോദിക്കണ്ട, എനിക്ക് മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം, എന്റെ സഭയിൽ മാത്രം എന്താ ഇത്ര വലിയ പ്രശ്നം? ഞാൻ പറയട്ടെ, മറ്റാർക്കുമില്ലാത്തൊരു വിളിയുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്തൊരു അഭിഷേകമുണ്ടെങ്കിൽ, മറ്റാർക്കുമില്ലാത്തൊരു പ്രതിസന്ധി നേരിടേണ്ടി വരും. പിന്നിൽ നിന്ന് കുത്തുന്നത് പോലെ, സ്തോത്രം, പിന്നിൽ നിന്ന് നിന്റെ നന്മകളെ തടയുന്നത് പോലെ വ്യക്തികൾ എഴുന്നേൽക്കുമ്പോൾ ഓർത്തോ, ഒരു വലിയ വിടുതൽ വന്നു കിടപ്പുണ്ട്. ദാനിയേൽ 3:13 പറയുന്നു, നെബൂഖദ്നേസർ രാജാവ് കോപവും ക്രോധവും കൊണ്ട് അവര് രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നിനക്കെതിരെ കലിതുള്ളുന്ന, നിനക്കെതിരെ കോപിക്കുന്നവരുടെ മധ്യത്തിൽ നിന്നെ വീഴാതെ നിർത്തുവാൻ ഈ ദൈവം ശക്തനാണ്. നിങ്ങൾക്കെതിരെ കോപിക്കുന്നവരും നിങ്ങളെ പിറകിൽ നിന്ന് വലിക്കാൻ നോക്കുന്നവരെയും കണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവാത്മാവ് ഒരു അടുത്ത ലെവലിലോട്ട് ഒരു ഉയർച്ച നിങ്ങൾക്ക് തരാൻ പോകുക. ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ് ചില ഇടങ്ങളിലേക്ക്, സ്തോത്രം, നിങ്ങളെ ദൈവം അയക്കാൻ പോകുക. ശദ്രക്കും മേശക്കും രാജസന്നിധി നിന്നതുപോലെ ചില, സ്തോത്രം, സ്ഥലങ്ങളിൽ എന്തോ ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ മുമ്പിൽ നിങ്ങൾ നിൽക്കുന്നത് പോലെ, നിങ്ങളുടെ ജോലി സംബന്ധമായോ നിങ്ങളുടെ പ്രൊഫഷൻ സംബന്ധമായി നിങ്ങൾ അയക്കപ്പെടുന്നത് പോലെ ഒരു വഴി തുറക്കാൻ പോകുക. എന്നോട് പറയാൻ പറയുന്നു, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. അതുകൊണ്ട് പിന്നിൽ നിന്നുള്ള കോപവും മറ്റുള്ളവരുടെ ദേഷ്യവും കണ്ട് നീ തളരണ്ട. ദൈവം നിന്റെ ജീവിതത്തിൽ, സ്തോത്രം, 2025 മാർച്ച് മാസത്തോടെ ചില ചലനങ്ങൾ ചെയ്യാൻ പോകുക. രാജാവ് കോപിച്ചാൽ, സ്തോത്രം, പേടിച്ച് വിറക്കുന്നവരാണ് സാധാരണക്കാർ. പക്ഷെ ശദ്രക്കും അബേനവും പേടിച്ച് വിറച്ചില്ല. പൗലോസ് വലിയ പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് രാത്രി ദൈവം വെളിപ്പെട്ടു. എന്നിട്ട് പൗലോസിനോട് പറയുക, പൗലോസെ, നീ ഭയപ്പെടേണ്ട, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. സ്തോത്രം, എല്ലാം തീർന്നെന്ന് കരുതിയപ്പോൾ ദൂത് വെളിപ്പെട്ടു. പൗലോസെ, നീ ഭയപ്പെടേണ്ട, നിന്നോട് കൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുക. ഇന്ന് രാത്രി നീ തീർന്നെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ, രാജാവ് കോപിച്ചെന്ന് പറയുന്നവരുടെ മധ്യത്തിൽ നിനക്ക് വേണ്ടി ഇതാ ദൈവത്തിന്റെ വലിയ വാതിൽ തുറക്കാൻ പോകുന്നു. ഞാനൊരു ദൂത് പറയട്ടെ, സ്തോത്രം, എല്ലാം പ്രതിസന്ധി വരുമ്പോൾ ഓർത്തോ, ചില രാജാക്കന്മാർ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. സ്തോത്രം, ആരാധിക്കാത്തവൻ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും, ദൈവത്തെ സേവിക്കാത്തവൻ നിന്റെ മുമ്പിൽ മുട്ടുമടക്കും. പൗലോസേ, നീ ഇതാ എഴുന്നേൽക്കാൻ പോകുക. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിനില്ല, ഞാൻ തോക്കത്തില്ല. ചേർന്ന് നിങ്ങൾക്ക് പറയാമോ, ഞാൻ തോൽക്കത്തില്ല, ഞാൻ ജയിക്കാൻ പോകുക, എന്റെ കുടുംബം പണിയപ്പെടാൻ പോകുക, എന്റെ സഭ പണിയപ്പെടാൻ പോകുക. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ചിലർ എഴുന്നേറ്റ് വരട്ടെ. നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉടനെ രാജാവ് അവരോട് പറയണം, ലാസ്റ്റ് ചാൻസ് തരാം, നിങ്ങൾ എന്നെ വണങ്ങിക്കോ, എന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുവിപ്പാൻ പറ്റുന്ന ദേവനില്ല. ഈ നാഴികയിൽ തന്നെ നിന്നെ തീച്ചൂളിയിലിടും. വെല്ലുവിളി അവന്റെ ജീവിതത്തിൽ വന്നു. വെല്ലുവിളിയുടെ മുമ്പിലാണോ സൂം മീറ്റിംഗിൽ കടന്നു വന്നത്? ദൈവാത്മാ പറയുന്നു, രാജാവിന്റെ വെല്ലുവിളി ക്യാൻസൽ ആകാൻ പോകുക. സ്തോത്രം, നിന്റെ ജീവിതത്തിൽ അടുത്ത നിലവാരത്തോടെ നീ ഉയർന്നു വരാൻ പോകുന്നു. പൗലോസ് മെലീത്ത ദ്വീപിൽ എത്തിയപ്പോൾ പൗലോസിന് ഒരു പാമ്പ് കടിച്ചു. അപ്പൊ എല്ലാവരും കാത്തിക്കുന്നത് എന്താണെന്നറിയാമോ? പൗലോസ് ഇപ്പോൾ ചത്തു വീഴും, അവൻ വീർത്ത് ചത്തു വീഴുമെന്ന് പറഞ്ഞ് എല്ലാവരും കാത്തു നിൽക്കുക. പക്ഷെ ബൈബിള് പറയുന്നു, കുറെ നേരം കഴിഞ്ഞിട്ട് അവൻ ചാകുന്നില്ല. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, ഇവനൊരു ദേവൻ ഇന്ന് ദൂത് പറയാൻ പോകുന്നു. നീ, സ്തോത്രം, നീ ചത്തു വീഴുമെന്ന് കാണുവാൻ, നീ തീരുമെന്ന് കാണുവാൻ നോക്കി നിൽക്കുന്നവരുടെ മധ്യത്തിൽ അവർ മാറ്റി പറയാൻ പോകുക, നീ ഒരു ദൈവ പൈതൽ. നീ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് പോലെ നിന്റെ ജീവിതത്തിൽ എല്ലാവരും കാണുക, ഒരു അത്ഭുതം നടക്കും. എന്റെ കയ്യിൽ നിന്ന് ഒരു ദേവനും വിടുവിക്കത്തില്ലെന്ന് പറയുന്നവന്റെ മുമ്പിൽ നിന്നെ ദേവനെന്ന് മാറ്റിപ്പറയിക്കാൻ പോകിയ ദൈവം, നീ ഒരു ദൈവ പൈതലെന്ന് മാറ്റിപ്പറയിക്കാൻ പോകിയ ദൈവം, നിന്റെ കുടുംബം ദേശത്ത് ഉയർച്ച പ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞോട് മധ്യത്തിൽ അവര് വന്ന് നിന്റെ വീട്ടിൽ പ്രാർത്ഥന ആവശ്യപ്പെടാൻ പോകുക. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും അതിന് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഭയങ്കര മറുപടിയാണ്. 17-ാം വാക്യം, ദാനിയേൽ 3:17, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. 18-ാം വാക്യം, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദേവന്മാരെ നമസ്കരിക്കയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണ വിഗ്രഹത്തെ നമസ്കരിക്കത്തില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. സീനായ് മലയിൽ തീയായി ഇറങ്ങി വന്ന് മലയെ കത്തിച്ച ദൈവത്തിന്റെ മുന്നിൽ വെറും ഒരു നാട്ടുരാജാവായ നെബൂഖദ്നേസർ പറയുക, ഞാൻ നിന്നെ തീയിലിട്ട് കളയുമെന്ന്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്തോത്രം. ഒരു വലിയ മല മുഴുവൻ കത്തിക്കുവാൻ ശക്തനായ തീയെ സൃഷ്ടിച്ചവന്റെ മുന്നിൽ വന്ന് വെറും ഒരു രാജാവ് പറയുക, ദൈവത്തിന്റെ ജനത്തെ തീയിലിടുമെന്ന്. അങ്ങനെ രാജാവെ, നീ കേട്ടോ,
നിനക്ക് തീ മാത്രമേ ഉള്ളൂ. എന്റെ കൂടെ തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരു ദൈവമുണ്ട്. രാജാവേ, നിന്റെ കയ്യിൽ തീ മാത്രമേ ഉള്ളൂ, പക്ഷെ തീയുടെ ബലത്തെ കെടുത്തുന്ന ദൈവം എന്റെ ഒപ്പമുണ്ട്. ഇന്ന് പകൽക്കാലം എത്ര പേര് ചേർന്ന് പറയും, രാജാവ് കാണിക്കുന്ന തീയുടെ മുന്നിൽ ഞാൻ വണങ്ങത്തില്ല, കാരണം അതിന്റെ ബലത്തെ കെടുത്തുന്ന സർവശക്തൻ എന്റെ കൂടെയുണ്ട്. രാജാവിന്റെ തീച്ചൂളയെ കാട്ടിലും ദൈവത്തിന്റെ തീ അവിടെ വെളിപ്പെട്ടു. ദാനിയേൽ 3:23 ശദ്രക്ക്, മേശക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൂതന്മാരൊക്കെ ചേർന്ന് വലിയ വെള്ളം മഴയൊക്കെ പെയ്ച്ച് തീ കെടുത്തു എന്നാണ് കരുതിയത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിന്നെ തീച്ചൂളി കടത്തിവിടുന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം, നിന്നെ ബലപ്പെടുത്താനാ. സ്തോത്രം, നിന്നെ തീച്ചൂളി കടത്തുന്നത് എന്തിനാണെന്നറിയാമോ? നീ വെളി വരുമെന്ന് ദൈവത്തിന് അറിയാം. നിന്നെ അടുത്ത നിലവാരത്തിലോട്ട് ഉയർത്തുവാൻ ദൈവം നിന്നെ ടെമ്പറേക്കാൻ പോകുക. നിന്നിൽ കൂടെ തീച്ചൂളയേക്കാൾ വലിയവനായ ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്താനാ നീ ഇന്ന് തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്നത്. ഈ തീച്ചൂള നിന്നെ നശിപ്പിക്കത്തില്ല, നിന്റെ ചരിത്രത്തെ ഇത് മാറ്റിമറിക്കും. രാത്രി മീറ്റിംഗിൽ ഇരിക്കുന്ന തീച്ചൂളയിൽ കൂടെ കടന്നു പോകുന്ന കുടുംബങ്ങൾ, സഭകൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവർ ജയത്തോടെ വെളിയിൽ വരും. ആമേൻ. അവരുടെ ശരീരത്തിൽ തീ പിടിക്കത്തില്ല, അവരുടെ കാൽച്ചട്ട നശിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ തീച്ചൂളിയുടെ മധ്യത്തിൽ നിന്നും ചില കുടുംബങ്ങളെ ദൈവം വെളിയിൽ കൊണ്ടുവരാൻ പോകുക. 3-ാം അധ്യായം 24-ാം വാക്യം പറഞ്ഞു, രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റ് പറഞ്ഞു, 3 പേരെയല്ലയോ ഞങ്ങൾ ബന്ധിച്ചു തീയിലിട്ടത്? എന്നാൽ 4 പേർ തീക്കകത്തുകൂടി ബന്ധന വഴി നടക്കുന്നത് ഞാൻ കാണുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം, നീ കണ്ടില്ലെങ്കിലും ലോകം നിന്റെ വിടുതല കാണാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ 4-ാമനെ നീ കണ്ടില്ലെങ്കിലും നിന്റെ സഭയിലെ വിടുതൽ ലോകം കാണാൻ പോകുക. ചില രാജാക്കന്മാരെ ഭ്രമിപ്പിക്കുന്ന രീതിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ശദ്രക്ക് എന്താ പറഞ്ഞത്? വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ തള്ളിപ്പറയത്തില്ലെന്നല്ലേ? ഇന്ന് രാത്രി ചിലരോട് ഞാൻ പ്രവചിച്ചു പറയട്ടെ, നീ വിടുവിക്കപ്പെട്ടിരിക്കും. സ്തോത്രം. 4-ാമൻ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. 4-ാമൻ നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. ദൈവപുത്രൻ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിലോട്ട് ഇറങ്ങി വരാൻ പോകുന്നു. ബൈബിൾ പറയുന്നു, ശദ്രക്കും മേശക്കും അബേദ്നെഗോവിനെയും നോക്കി രാജാവ് പറഞ്ഞു, അവർക്കൊരു കേടും പറ്റിയിട്ടില്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ നോക്കി പറയുകയാണ്, നിനക്കൊരു കേടും ഭവിക്കാതെ വണ്ണം, നിന്റെ മക്കൾക്ക് കേട് ഭവിക്കാതെ വണ്ണം നിനക്ക് ചുറ്റും ദൈവത്തിന്റെ ഒരു കാവൽ വെളിപ്പെടുക. രാജാവ് ചെന്നിട്ട് തീയുടെ വാതിക്കൽ നിന്നിട്ട് വിളിക്കുക, അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, വെളിയിലോട്ട് വാ. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരോട് പറയുന്നു, വെളിയിലോട്ട് വാ. ഇന്നത്തെ നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് നീ വെളിയിലോട്ട് വാ. ചിലതിനെ ദൈവം വെളിയിലോട്ട് കൊണ്ടുവരാൻ പോകുക. ചിലതിന്റെ ജീവിതത്തിലെ ഇതുവരെയും കെട്ടപ്പെട്ട് കിടക്കുന്ന മേഖലയിൽ നിന്നും ദൈവം ചിലതിന്റെ ജീവിതത്തെ വെളിയിലോട്ട് കൊണ്ടുവരുന്നു. എത്ര പേർ എന്നോട് ചേർന്ന് പറയും, ഞാൻ വെളിയിൽ വരാൻ പോകുക, എന്റെ കുടുംബം വെളിയിൽ വരാൻ പോകുന്നു, എന്റെ കുടുംബം വെളിയിൽ വരാൻ പോകുന്നു, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി ദേശം കാണാൻ പോകുക, കുടുംബം ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാകാൻ പോകുന്നു. സ്തോത്രം. ഇന്ന് രാത്രി രാജാവിന്റെ തീയുടെ ബലം കെടും. ആമേൻ. നിന്റെ അഭിഷേകത്തിന്റെ ബലം കൂടും. രോഗികളായി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഭാഗത്ത് അവർ കൈവച്ചോ, ഇന്ന് രാത്രി നിങ്ങളെ ദൈവം സൗഖ്യമാക്കും.